മൗജം എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഒരു സെമിത്തേരിയാണ്. ഈ സെമിത്തേരി നമ്മളിന്ന് വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു ആവശ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ വലിയ ആൾട്രേഷനോ ഒന്നും ചെയ്തിട്ടുള്ളൊരു സെമിത്തേരി അല്ല. ഇത് സാധാരണ രീതിയിൽ ഒരു കുരിശ് കൊണ്ടുവന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടുവന്ന് വയ്ക്കും. വലിയ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ വലിയ കല്ലറുകളോ ഒന്നും ഇല്ല നമ്മുടെ നാട്ടിലെ പോലെ. അങ്ങനെ ഒരു സെമിത്തേരിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള സെമിത്തേരി അല്ല. ഇവിടെ സെമിത്തേരി ഇങ്ങനെയാണ്. ചെറിയ കാട് പിടിച്ചൊക്കെ കിടക്കണമെന്ന് കണ്ടിട്ട് ഇവിടെ പ്രാർത്ഥന ഇല്ലയെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ പ്രാർത്ഥനകളുണ്ട്, ആളുകൾ വരും, പ്രാർത്ഥന. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയണേ, ഒരു ആർഭാടം കാണിക്കാറില്ല. നമ്മൾ ഭയങ്കര ആർഭാടല്ലേ, എന്തൊരു ആർഭാടം നമ്മൾ കാണിക്കുന്നത്. ഒരു ബൊക്ക മേടിച്ചു. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ ഒരു ബൊക്കയൊക്കെ മേടിക്കുന്ന കാശ് ആ മരിച്ചുപോയവരുടെ കുടുംബത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു നല്ലതായിരിക്കും. നമ്മളൊരു 1500 2000 രൂപ കൊടുത്തിട്ട്, അത് ഒരാളല്ല 10 പേർക്കും എത്ര രൂപയായി, 10-20,000 രൂപയുടെ ബൊക്കയൊക്കെ മേടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഈ ശവക്കല്ലറയിൽ വയ്ക്കുമ്പോൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ മരിച്ചുപോയ ആൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി വിവേകശൂന്യരാണ്. വിവേകം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഈ മരിച്ചുപോയവരുടെ കല്ലറയിലേക്കൊക്കെ കൊണ്ടുപോയി ഒരുപാട് പൂക്കൾ വയ്ക്കുക, ഡെക്കറേഷൻ ചെയ്യുക, ഇതൊക്കെ നല്ലതാണെന്ന് ആരാ പറഞ്ഞു പഠിപ്പിച്ചത്? ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ മനുഷ്യർ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ ഒത്തിരി മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എപ്പോഴും അത്യാവശ്യമാണ്. എന്നാൽ അവരുടെ ഈ കല്ലറയിൽ കൊണ്ട് കുറേ പൂക്കൾ വയ്ക്കുക, കുറേ തിരികൾ കത്തിക്കുക, അതുകൊണ്ട് മരിച്ചവർക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. മരിച്ചു പോയവർ ഇത് കാണുന്നുണ്ടോ, ഇതറിയുന്നുണ്ടോ? അവരിത് എടുക്കുന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ ആർഭാടം, ശരി എന്തോരം കാശാണ് നമ്മളിവരുടെ കല്ലറയ്ക്ക് വേണ്ടി മുടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഇവിടെ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലേക്ക് മുഴുവനും വന്നു കഴിഞ്ഞാൽ കല്ലറകൾ ഇങ്ങനെ കാണത്തുള്ളൂ. അവർ വലിയ പൂക്കൾ വയ്ക്കൽ അങ്ങനെയൊന്നും, പ്രാർത്ഥിക്കും വന്ന് ഇതേപോലെ ഇതൊക്കെ ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ ഒരു രൂപം വയ്ക്കും, ഒരു കുരിശ് വയ്ക്കും. ഇങ്ങനെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ എന്തിനാണ് നമ്മൾ ഇത്രയും ഏറെ കാശ് മുടക്കുന്നത് എന്നുള്ളത്. ഈ ഒരു കാടെന്ന് വെച്ചാൽ ഇത് കല്ലറ തിരിച്ച് കെട്ടിയിട്ടൊന്നുമില്ല, ഒരു പറമ്പാണ്, സാധാരണ ഒരു പറമ്പ്. ഇപ്പോൾ സാധാരണ പെന്തക്കോസുകാരെ പോലെ ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല കേട്ടോ, ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മളൊരു മതിൽ കെട്ടാൻ, ഒരു കല്ലറയ്ക്ക് മതിൽ കെട്ടാൻ വേണ്ടി എത്ര ലക്ഷങ്ങളാണ് മുടക്കുന്നത്. ചില പള്ളിയിലൊക്കെ ചെന്നാണ്ടല്ലോ, ചില ദേവാലയത്തൊക്കെ ചെല്ലുമ്പോൾ സങ്കടം വരും. എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് കല്ലറയ്ക്ക് ചുറ്റും എന്തൊക്കെ ഡിസൈനുകളാണ്, വലിയ ആൾട്രേഷൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ കാശൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്താൽ, അല്ലെങ്കിൽ ആ മരിച്ചുപോയവരുടെ ആ കുടുംബത്തിലേക്ക് കൊടുത്താൽ ഒരു മാസമെങ്കിലും അവർക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ലേ? നമ്മൾ ഈ കല്ലറയിൽ ഇത്ര വലിയ കാശ് മുടക്കിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ കല്ലറയിലൊന്നും ഒരു സാധനം, ഒരു പൂ പോലും വെച്ചേക്കരുത് കേട്ടോ, ദയവ് ചെയ്ത്. കാരണം അത് എനിക്ക് ആവശ്യമില്ലെന്നേ, ഞാനത് കൊണ്ടുപോകണല്ലോ. ഞാനറിയാം, എൻ്റെ മണം പോലും ശ്വസിക്കാൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തിനാ ഇത് വെക്കുന്നത്? ആരെ കാണിക്കാനാ? ദൈവം ഇതിനകത്ത് പ്രസാദിക്കുന്നു തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിന് സ്വീകാര്യമായ ബലി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ മാത്രമേ ദൈവത്തിന് സ്വീകാര്യമാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള എളിമയും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസവും ഒക്കെയാണ് ഈ ദൈവത്തിന് പ്രീതികരമാവുന്നത്. അല്ലാതെ കുറേ പൂക്കൾ കൊണ്ടുപോയിട്ട് കല്ലറയിൽ വെച്ചാൽ അവർക്കിടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് വെറുതെ പൊട്ടത്തരാണത്. അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞ് ഒപ്പിക്കുന്ന കാര്യം. അതിപ്പോൾ വൈദികർ പറഞ്ഞാലും ശരി, സിസ്റ്റേഴ്സ് ആര് പറഞ്ഞാലും ശരി, അത് വെറുതെയാണ്. കാരണം ഈ പൂക്കൾ കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ട് ദൈവത്തിനോ പ്രയോജനമില്ല, അത് ഈ മരിച്ചുപോയ ഈ ആളുകൾക്കും യാതൊരു പ്രയോജനമില്ല. നേരെ മറിച്ച് ആ പൂക്കൾ മേടിക്കുന്ന പണം ആ മരിച്ചുപോയവരുടെ കുടുംബത്തിലേക്ക് ഒരു മാസത്തെ അരി മേടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ബുക്ക് മേടിച്ചു കൊടുത്താൽ അത് ദൈവത്തിന് മുമ്പിൽ വലിയ സ്വീകാര്യമായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും നമ്മൾ ചെയ്യേണ്ടതാണ്. ചെയ്യാതെ ചെയ്യാണ്ടാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുക. ഇപ്പോഴും നടന്നു. ചില സെമിത്തേരിയിലൊക്കെ AC വരെ ഫിറ്റ് ചെയ്തു, ഫാൻ വരെ വെച്ച് കൊടുത്തേക്കുക. എന്താ അവസ്ഥയാണെന്നാണ് വെച്ചിട്ട് നമ്മളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നമ്മൾക്ക് ഇത്രയ്ക്ക് വിവേകമില്ലാതെ മാറിപ്പോയിരിക്കുക നമ്മൾ ക്രിസ്ത്യാനികൾ. പറയുമ്പോൾ കുറ്റം പറയുമെന്ന് തോന്നരുത് കേട്ടോ. കാരണം ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നൊരു വ്യക്തിയാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ ബൈബിൾ ചുമ്മാ പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ബൈബിൾ പഠിച്ചെങ്കിൽ ഇതേപോലെ ഒന്നും ചെയ്യത്തില്ല. ബൈബിൾ ചുമ്മാ വായിച്ചു പോയിട്ട് ആരെങ്കിലും കാണിക്കുമ്പോൾ വേറൊരു വ്യക്തി ഒരു കല്ലറ നല്ലത് പണിതാൽ, എൻ്റെ കല്ലറ കുറച്ചും കൂടി മൂടിയാക്കണം. ഇത് മൂടിയാക്കിയിട്ട് ആർക്ക് എന്ത് പ്രയോജനം കാണിക്കാനാണ്?
പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈശോയ്ക്ക് പ്രീതികരമാവുന്നത്, സ്വർഗത്തിൽ പോകുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ്. അല്ലാതെ നമ്മൾ കുറേ പൂക്കൾ വെച്ചാലോ കുറേ ഡെക്കറേഷൻ ചെയ്താലോ അല്ലെങ്കിൽ കല്ലറയിൽ വലിയ മാർബിളൊക്കെ ഇട്ട് അതിനകത്ത് പേരൊക്കെ കുത്തി വെച്ചാലോ അതിനകത്ത് കുറേ കുരിശ് കുറേ വെച്ചാലോ ഒന്നും അയാൾ സ്വർഗത്തിൽ പോകത്തില്ല. മരിച്ച ആൾ എങ്ങനെയാണോ അയാളുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് അയാൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ നന്മ പ്രവൃത്തികൾക്ക് മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനും എത്ര വലിയ ആഡംബരം കാണിച്ചാലും എത്ര കോടികൾ മുടക്കിയാലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഇത്തരം പ്രവണതകളിൽ നിന്നൊക്കെ പിന്തിരിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മരിച്ചുപോയവരുടെ ആരെ കാണിക്കാണ്. ചില ആൾക്കാരുണ്ട് ഞങ്ങളുടെ സംഘടനയുടെ പേരൊക്കെ എഴുതിയിട്ട്, വലിയ സംഘടന പേരൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മറ്റുള്ളവർ കാണിച്ചതുകൊണ്ട് ഈ മരിച്ചുപോയവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇനിയെങ്കിലും അങ്ങനെ ഒരു ബൊക്ക വെക്കണമെന്ന് തോന്നുമ്പോൾ ഒരു എന്താ പറയണേ, അതിൻ്റെ ഒരു 1500 രൂപ വേണ്ട, അതിന് 100 രൂപയുടെ സാധനമാണെങ്കിൽ ആ ഒരു 100 രൂപ കൊണ്ടുപോയി ആ കുടുംബത്തിലെ മരിച്ചുപോയവരുടെ വ്യക്തിയുടെ ആ കുടുംബത്തിലേക്ക് കൊടുക്കുക. ആ വ്യക്തി അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ച് ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. അതല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വലിയ പ്രയോജനമുണ്ടോ? നമുക്ക് ഇനിയെങ്കിലും അത് തിരിച്ചറിവുണ്ടായിട്ട് ആ തിരിച്ചറിവോടുകൂടി വരാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിവേകമുണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവേകശൂന്യരാവാതെ വിവേകമതികളായിട്ടിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നമുക്ക് ബിൽഡിങ് കെട്ടിപ്പൊക്കാം. ഈ ഭൂമിയിൽ നമ്മളല്ല, ഈ ഭൂമിയിൽ കുറേ ഡെക്കറേഷൻ അല്ല, സ്വർഗത്തിൽ നമുക്ക് ഒരു വാസസ്ഥലം കെട്ടിപ്പൊക്കാം. അതിന് ഇവിടെയുള്ള ഒരു വസ്തുവിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്വർഗത്തിൽ കെട്ടിപ്പൊക്കാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.